വേദനയോടെ വളർത്തിയ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തിയപ്പോൾ മക്കളുടെ അസൗകര്യങ്ങളൊക്കെ കാരണം ഏതെങ്കിലും ആശ്വാസ ഭവനങ്ങളിലോ അനാഥ മന്ദിരങ്ങളിലോ അഗതി മന്ദിരങ്ങളിലോ ഒക്കെ കൊണ്ടാക്കി അവിടെ വേണ്ട ചെലവുകളൊക്കെ കൊടുക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ചുറ്റുപാടുകളുള്ളപ്പോൾ ഈ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് അവരുടെ വീട്ടിൽ തന്നെ മകളോട് ചേർന്ന് ഒന്നിച്ച് ജീവിതാന്ത്യം വരെ പാർക്കുവാൻ കിട്ടിയ അനുഭവം അവസരം വളരെ മനോഹരമായത് തന്നെയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ലോകത്തിൽ നമുക്ക് ലഭ്യമാകുന്ന ആയുസ്, നമുക്കറിയാം മനുഷ്യന്റെ ആയുസ് ക്ഷണികമായി നിലകൊള്ളുന്ന ഒരു കാലഘട്ടത്തിലാണ്. ജനനവും മരണവും എന്ന രണ്ട് വാക്കുകളുടെ ഇടയിലുള്ള ഒരു പദമാണ് ജീവിതം. ഒരു ചുരുങ്ങിയ കാലഘട്ടം, ചിലർക്ക് വളരെ ചുരുക്കം നാളുകളെ ഭൂതലത്തിൽ ഉണ്ടാവുകയും. ചില ദിവസങ്ങൾക്ക് മുമ്പ് കുന്നംകുളത്ത് 21 വയസ്സ് പ്രായമുള്ള ഒരു ജീവനക്കാരൻ പെട്ടെന്ന് മരണപ്പെട്ടു. ചിലപ്പോൾ നല്ല ആയുസ് മനുഷ്യന് ലഭ്യമായേക്കാം, കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ മരണപ്പെട്ടേക്കാം. ആയുസിന്റെ കാര്യത്തിൽ ഈ പ്രിയപ്പെട്ട മാതാവ് ഏതാണ്ട് 91 വർഷങ്ങൾ, 9 പതിറ്റാണ്ടുകളിലധികം ഈ ഭൂമിയിൽ ജീവിപ്പാനുള്ള ഭാഗ്യം ദൈവം കൊടുത്തു. അതോടൊപ്പം ഒരു കുടുംബം എന്നുള്ള നിലയിൽ ആവശ്യമായ അനുഗ്രഹങ്ങളും നല്ല നല്ല അനുഭവങ്ങളും ഒക്കെ അവരുടെ ജീവിതയാത്രയിൽ ലഭിക്കുവാനും അതിനനുസരിച്ച് ജീവിതാനുഭവങ്ങൾ മുൻപോട്ട് നയിപ്പാനുമൊക്കെ ദൈവം കൊടുത്ത മനോഹരമായ ഭാഗ്യത്തെ, അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിലുപരി ഈ ലോകത്തിലെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നതാണ്. മരണം എന്ന് പറയുന്ന ആ പ്രതിഭാസം മനുഷ്യ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ഈ ലോകത്തോട് യാത്ര പറയുന്ന മനുഷ്യൻ എവിടേക്കാണ് ചെന്ന് ചേരുന്നത് എന്നുള്ള വ്യക്തമായ അറിവ് ലഭ്യമായി നേടിയെടുത്ത് തൻ്റെ യാത്ര തുടർന്ന ഒരു മാതാവിൻ്റെ, ഒരമ്മച്ചിയുടെ അന്ത്യശുശ്രൂഷയിലാണ് നാം ഇപ്പോൾ പങ്കെടുക്കുന്നത്. മനുഷ്യന്റെ നിത്യതയെക്കുറിച്ചുള്ള അറിവ് ഇന്ന് പല വിധത്തിൽ മനുഷ്യന്റെ ഇടയിൽ വ്യത്യസ്തമായ നിലവാരങ്ങളിൽ മനുഷ്യൻ അതിനെ ചിന്തിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകൾ നമുക്ക് കാണുവാൻ കഴിയും. മരണത്തിനപ്പുറമായിട്ട് എന്ത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത മനുഷ്യരുണ്ട്. മരണത്തിനപ്പുറമായിട്ട് മറ്റ് പല ജീവിതാനുഭവങ്ങൾ, വീണ്ടും ജന്മമെടുക്കുമെന്നും ഒക്കെ ചിന്തിക്കുന്ന അനുഭവങ്ങൾ ഒക്കെ നമുക്ക് ഈ ലോകത്തിൽ മനുഷ്യ ചിന്തകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുരാതന ഭാരതീയ ചിന്തയനുസരിച്ച് മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് അവന്റെ ജീവൻ പഞ്ചഭൂതങ്ങളിലേക്ക് ലയിച്ചു പോകും എന്ന് ചിന്തിക്കുന്ന, വിശ്വസിക്കുന്ന നിലവാരങ്ങളൊക്കെ നമ്മുടെ ഭാരതീയ ചിന്താഗതികളിൽ ഉണ്ടായിരുന്നു. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങളിലേക്ക് മനുഷ്യ ജീവിതം ലയിച്ചു പോകുമെന്നൊക്കെ ചിന്തിക്കുന്ന അനുഭവങ്ങൾ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും അവൻ ജനിക്കുന്നു, മറ്റൊരവസ്ഥയിലാകുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്ന അനുഭവങ്ങൾ. പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനം, ജഡരേ ശയനം എന്ന് ഒക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യൻ ജനിക്കുന്നു, മരിക്കുന്നു, വീണ്ടും ജനിക്കുന്നു, വീണ്ടും മരിക്കുന്നു എന്നുള്ള ചിന്താഗതികൾ മനുഷ്യ ജീവിതങ്ങളിൽ, മനുഷ്യരുടെ ഇടയിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവവചന അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതം ഈ ലോകത്തിൽ താൽക്കാലികമാണെന്നും ഈ ലോകത്തോട് മനുഷ്യൻ യാത്ര പറഞ്ഞാൽ മരണത്തിനപ്പുറം അവന്റെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു നിത്യത എന്ന അനുഭവമുണ്ട് എന്നും ശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി മനുഷ്യ ജീവിത അനുഭവങ്ങളെ കുറിച്ച് പറയുന്നു. യോശുവ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി കടന്നു പോകും. മരണത്തെ കുറിച്ച് പറഞ്ഞൊരു വാക്കാണ്. ശുദ്ധ വേദപുസ്തകത്തെ നാം നോക്കുമ്പോൾ ആദ്യത്തെ പ്രവചനം മരണത്തെ കുറിച്ചുള്ളതാണ്. മരണം എന്ന പദം തന്നെ ഇന്ന് ലോകത്തിൽ പലർക്കും കേൾക്കുവാൻ ഭയമാണ്. മരണത്തെക്കുറിച്ച് ചിന്തിപ്പാൻ മനുഷ്യന് സാധ്യമല്ല. ലോകത്തിൽ പ്രബലരായി ജീവിച്ച, പ്രബുദ്ധരായി ജീവിച്ച പല ആളുകളും മരണം എന്നുള്ള വസ്തുതയെക്കുറിച്ച് വ്യക്തമായ അറിവോടുകൂടി ജീവിച്ചവരായിരുന്നു. നമുക്കറിയാം, ലോക ചിന്തകന്മാരിൽ ഏറ്റവും വലിയൊരു മനുഷ്യനായിരുന്നു ഫാദർ ഓഫ് ഫിലോസഫി എന്നറിയപ്പെടുന്ന സോക്രട്ടീസ്. അദ്ദേഹം ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ തന്നോട് ചോദിച്ചു പോലും, ഗുരു, ആരാണ് ഈ ഭൂതലത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ? ലോകത്തിൽ ഇന്ന് ഭാഗ്യവാന്മാരെ ചോസ് ചെയ്യുന്ന ഒരുപാട് വഴികൾ നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹത്തോട് ചോദിച്ചു, ആരാണ് ഗുരു ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ? നമുക്കറിയാം, ചിന്തകൾ കൊണ്ട് ഈ ലോകത്തിലെ മനുഷ്യന്റെ ബുദ്ധിമണ്ഡലത്തെ വല്ലാണ്ട് സ്വാധീനിച്ച ഒരു മനുഷ്യനാണ് സോക്രട്ടീസ്.
അദ്ദേഹം കുറെ നേരം ആലോചിച്ചിട്ട് താൻ മറുപടി ഇപ്രകാരം പറഞ്ഞു എന്നാ പറയുന്നത്: ഭൂമിയിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവന് മരണം ഉണ്ട് എന്നറിയണം. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് അവൻ തിരിച്ചറിയണം. മാത്രമല്ല, മരണത്തിനപ്പുറമുള്ള ജീവിതത്തിന് അവന്റെ ആത്മാവ് സ്വസ്ഥമായി പോയി വിശ്രമിക്കുവാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, മരിച്ചതിന് ശേഷമല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇടം കണ്ടെത്തുന്നവൻ ആരാണോ അവനാണ് ഭൂതലത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഈ പ്രിയപ്പെട്ട അമ്മയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം, ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ ഇന്നത്തെ ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ചില പ്രത്യേക അനുഭവങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള മരണത്തിനപ്പുറമായിട്ട് നമ്മൾ കാണാറുള്ള ഒരു കാഴ്ചയാണ് മരണത്തിന് ശേഷമായിട്ട് കൊടുക്കപ്പെടുന്ന ഒരുപാട് പൂച്ചെണ്ടുകൾ, അല്ലേ? ചിലർ ഒരുപാട് ബൊക്കകൾ കൊടുക്കും, ചിലർ പൂക്കൾ കൊണ്ട് അലങ്കരിക്കും, ഒക്കെ നല്ലതാണ്, അതിനൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരിക്കലൊരു ഒരു ഒരു കൊച്ചുകുട്ടി, ഒരു 6 വയസ്സുള്ള ഒരു കുട്ടി, അവൻ മുറ്റത്ത് നിന്ന് അവന്റെ അപ്പൻ നട്ടു വളർത്തിയ ചെടിയിലെ ഒരു മനോഹരമായ റോസാ പുഷ്പം മുറിച്ചെടുത്ത് അവൻ വീട്ടിലേക്ക് വരുമ്പോൾ അവന്റെ അപ്പൻ അവനെ വല്ലാണ്ട് ശകാരിച്ചു. കാരണം അദ്ദേഹം അത് അതുപോലെ നട്ട് പരിപാലിച്ച് വളർത്തിയെടുത്ത മുറ്റത്ത് നിന്ന് മനോഹരമായ പൂച്ചെണ്ട് അവൻ മുറിച്ചെടുത്തപ്പോൾ അപ്പൻ അവനെ വഴക്ക് പറഞ്ഞു. എന്തിനാണ് മുറിച്ചതെന്നൊക്കെ ചോദിച്ചു. പറഞ്ഞ എന്റെ അപ്പച്ചന്, ആ വീട്ടിലൊരു വല്യപ്പൻ ഉണ്ടായിരുന്നു, 80-ലധികം പ്രായമുള്ള ഒരു അപ്പച്ചന് കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാണ് അവൻ കട്ട് ചെയ്തത്. ആ അപ്പൻ, ഈ കുട്ടിയുടെ പിതാവ് അല്ലെങ്കിൽ ആ പ്രായമുള്ള പിതാവിന്റെ മകൻ ഈ കുഞ്ഞിനെ കുറെ അടിക്കുകയൊക്കെ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ വാർദ്ധക്യ സഹജമായി പിതാവ് മരിച്ചപ്പോ ഈ കുട്ടിയെ അടിച്ച ആ മനുഷ്യൻ, അതായത് ഈ അപ്പച്ചന്റെ മകൻ, ഈ കുട്ടിയുടെ അപ്പൻ, കടയിൽ പോയി ഒരു നല്ല ബൊക്ക വാങ്ങിച്ചോണ്ട് വലിയൊരു ഫ്ലവർ വാങ്ങിച്ച് അപ്പച്ചന്റെ ഡെഡ് ബോഡിയിൽ വെക്കാൻ തുടങ്ങുമ്പോൾ ഈ കുട്ടി ആ അപ്പനെ ഒന്ന് തട്ടി വിളിച്ചിട്ട് പറഞ്ഞു: അപ്പച്ച, അല്ലെങ്കിൽ പപ്പ, ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാൻ കഴിയാത്ത ഒരു പൂച്ചെണ്ട് അങ്ങയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അതെടുത്തപ്പോഴാണ് അന്ന് എന്നെ തല്ലിയത്. അങ്ങിപ്പോൾ നമ്മുടെ അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോൾ വലിയ ഫ്ലവറുകളും ഒക്കെ ആയിട്ട് പോയി അവിടെ കൊണ്ട് വെക്കുവാൻ പോകുന്നുണ്ടല്ലോ. ജീവിച്ചിരിക്കുമ്പോൾ ഒരു പൂച്ചെണ്ടോ ഒരു ഇലയോ കൊടുത്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ എത്രയോ നല്ലതായി. ഇന്നത്തെ ലോകത്തിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. ജീവിച്ചിരിക്കുമ്പോൾ പലർക്കും ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിലും മരണത്തിനപ്പുറമായിട്ട് വലിയ ആശംസാ പ്രവാഹങ്ങൾ അറിയിക്കുന്ന സമൂഹം. ഒരുപക്ഷെ ഈ പ്രിയപ്പെട്ട അമ്മച്ചയെ കുറിച്ച് എനിക്ക് പറയുവാൻ കഴിയുന്നത് ഒരു നല്ല അനുഭവം. അവർ ജീവിച്ചിരുന്നപ്പോൾ നല്ലൊരു ശുശ്രൂഷ ലഭിച്ചു. ഞാനും ചില ചുരുങ്ങിയ മാസങ്ങൾ, ഒരു 4 മാസത്തോളം ഈ സ്ഥലത്ത് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്ത സമയത്ത് 1-ലധികം പ്രാവശ്യം ഈ അമ്മയുടെ ശാരീരിക ക്ലേശങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. വരുമ്പോഴൊക്കെ വളരെ പ്രസന്നവതയായ ഒരു മുഖം കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. നല്ല കാഴ്ച, ബ്രദർ ബെന്നി പറഞ്ഞതുപോലെ നല്ല കാഴ്ച ശക്തിയുണ്ട്. പകല് ലഭിക്കുന്ന സമയങ്ങളിൽ ഭൂരിഭാഗവും വേദപുസ്തകം വായിക്കും, പ്രാർത്ഥിക്കാനൊക്കെ ഉള്ളൊരു ചിന്ത, അത് അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞ ദൈവിക ദർശനത്തിൽ നിന്ന് അവർക്ക് ലഭ്യമായ ഒരു നല്ല ശ്രേഷ്ഠമായ അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. അവരുടെ ആയുസ്സിൽ ആ ഒരു കാര്യത്തെ വളരെ ചിട്ടയോടും അടുക്കോടുകൂടെ അവർ ചെയ്ത് മുൻപോട്ട് പോകുവാൻ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യപരമായ ഒരു അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. നാം ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു അനുഭവമാണ്. മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്തു എന്നുള്ളത് നാം ഈ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സകല ഭൂവാസികളുടെയും വഴിയായി പോകും. ഭൂതലത്തിൽ പാർക്കുന്ന സകല മനുഷ്യർക്കുള്ള വഴികളിൽ ഒന്നാണ് മരണം. കാലം ദീർഘമാകുന്നെങ്കിൽ മരണമെന്ന് പറയുന്ന ആ പ്രതിഭാസത്തിന്റെ മുൻപിൽ നമ്മളെല്ലാവരും ഒരു ദിനം മുട്ടുമടക്കേണ്ടി വരും. ബലവാനാണെങ്കിലും ബലഹീനനാണെങ്കിലും, വിദ്യാസമ്പന്നനോ വിദ്യാവിഹീനനോ, ഉയർന്നവനോ താണവനെന്നോ എന്നുള്ള വ്യത്യാസമൊന്നും മരണത്തിന്റെ മുൻപിലില്ല. എല്ലാവരും മരണത്തിന്റെ മുമ്പിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനം എന്ന് പറയുന്ന ദൈവജനത്തിന്റെ വ്യവസ്ഥ താമസിക്കുന്നുവെങ്കിൽ ഈ പറയപ്പെടുന്ന ഞാനും കേൾവിക്കാരായ നമ്മൾ ഓരോരുത്തരും, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരിൽ നമ്മളിൽ ആർക്കായിരിക്കും ആദ്യത്തെ ടിക്കറ്റ് കിട്ടുന്നതെന്ന് നമുക്ക് പറയുവാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം അറിയണം, മരണം നിശ്ചയമാണ്. എപ്പോഴാണെന്ന് നമുക്കറിയുവാൻ സാധ്യമല്ല. അതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കം നമുക്കുണ്ടാകണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവ് ഫിലിപ്പ് രാജാവിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള ഒരു വസ്തുത, താൻ അവന്റെ സാമ്രാജ്യത്തിന്റെ ശക്തനായ രാജാക്കന്മാരിലുള്ള ഒരാളായിരുന്നു. അദ്ദേഹം തന്റെ പരിചാരകരിൽ ഒരാളെ രാജകൊട്ടാരത്തിന്റെ വാതിൽക്കൽ പ്രത്യേകമായിട്ട് നിർത്തിയിട്ടുണ്ടായി. എല്ലാ ദിവസവും അദ്ദേഹം കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹത്തിനുള്ള ദൗത്യമുണ്ട്. ഫിലിപ്പ് രാജാവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയും, രാജാവേ, അങ്ങ് മരിക്കും. നമ്മളോട് ആരെങ്കിലും ഒരാൾ അങ്ങ് മരിക്കുമെന്ന് കാണാൻ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ?
നമ്മുടെ മുഖം പെട്ടെന്ന് മാറും. മഴക്കോള് കൊള്ളുന്നത് പോലെ, പെട്ടെന്ന് കാർമേഘം കൊള്ളുന്നത് പോലെ മാറിപ്പോകും. കാരണം മരിക്കുവാൻ ഇഷ്ടമില്ല. ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ദിനം ഈ ലോകത്തോട് യാത്ര പറയും. നമ്മൾ ഈ ലോകത്തിൽ പലവിധമായ ഒരുക്കങ്ങൾ നടത്തുന്നവരാണ്. ഒരു പള്ളിയിൽ പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ, ഒരു പർച്ചേസിന് പോകണമെങ്കിൽ, ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോകണമെങ്കിൽ നമ്മളെല്ലാവരും അതിൻ്റെതായ നിലയിൽ ഒരുങ്ങുന്നവരാണ്. ഈ ലോകത്തിൽ ദൈവം നമുക്ക് തന്ന ആയുസ്സിൽ നമ്മൾ ഒരുങ്ങേണ്ട ഒരു കാര്യം മരണവും മരണത്തിനപ്പുറമായ ഒരു ജീവിതവും എന്നുള്ള വസ്തുതയ്ക്ക് വേണ്ടി ഒരു നല്ല ഒരുക്കത്തോടുകൂടെ നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് കൊണ്ടുപോകുവാനിടയായി തീരണം. സഭാപ്രസംഗി ജ്ഞാനിയായ ശലോമോൻ ഒരിക്കൽ പറഞ്ഞത്, പൊടി പണ്ട് ആയിരുന്നത് പോലെ പൊടിയിലേക്ക് മടങ്ങിച്ചേരും. പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്ക് ചേരും. ഇത് മണ്ണിൽ നിന്നെടുത്ത ശരീരമാകിയാൽ, അല്ലേ, ശുശ്രൂഷകളൊക്കെ നടക്കുന്ന സമയത്ത് പറയും, സകല മനുഷ്യന്റെയും അവസാനം ഇങ്ങനെയാകുന്നുവെങ്കിൽ ബലവാൻ തന്റെ ബലത്തിലും ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കുന്നത് എന്തിന്? നിന്നെ മണ്ണിൽ നിന്നെടുത്തിരിക്കിയാൽ മടങ്ങി മണ്ണിലേക്ക് ചേരുമാറാക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ നിന്നെ അക്കരെ കാണാമെന്നുള്ള ശുഭപ്രതീക്ഷകളോടുകൂടെ നിന്നെ മണ്ണിന് മണ്ണായും പൂഴിക്ക് പൂഴിയായും ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഈ മൃതശരീരത്തെ നമ്മൾ ഈ ഭൂമിക്ക് മണ്ണിന് ദാനം ചെയ്യുമ്പോൾ മണ്ണതിനെ സ്വീകരിച്ച് മണ്ണാക്കി മാറ്റുമെന്നുള്ളൊരു അറിവ് നാം വളരെ ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. നാം ഇന്നിപ്പോൾ ജീവനോടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇന്ന് വിലയുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഈ മൃതശരീരത്തെ സംബന്ധിച്ച്, ഈ ഭൗതിക ശരീരത്തെ സംബന്ധിച്ച് അതിന് പ്രത്യേകിച്ച് വിലകളില്ല. ദൈവത്തിന് സ്തോത്രം. ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്ന് വയലറമ്പിൽ കൂടെ നടന്നു പോവുകയാണ്. അങ്ങേക്കരയിലേക്ക് പോകുമ്പോൾ അതിന്റെ സൈഡിൽ ഒരു ചെറിയ കുടിലുണ്ട്. നടന്നു പോകുന്ന വഴിയിൽ താൻ നല്ല ഓഫീസറാണ്. തന്റെ കാലിലെ ചെരുപ്പ് നല്ല വില കൂടിയ ഒരു ചെരുപ്പാണ്. താൻ പെട്ടെന്ന് പോയപ്പോൾ കുടയില്ല, ഒരു മഴ പെയ്തു. മഴ നനയ്ക്കുവാൻ പറ്റാത്തൊരു ചെരുപ്പ്. താൻ ഓടി ആ കുടിലേക്ക് കയറിയിട്ട് ആ കുടിലുള്ളവരോട് ചോദിച്ചു, സാർ, എന്റെ ഈ ചെരുപ്പ് ഞാൻ ഇവിടെ നിന്ന് വെച്ചോട്ടെ, ഞാൻ മഴ കഴിയുമ്പോൾ തിരിച്ചു വന്ന് എടുത്തുകൊണ്ട് പോകോളാം, വെച്ചോളാം പറഞ്ഞു. ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മഴ തുടരുന്നു. അപ്പോൾ ആ വഴി വന്നതായ ഒരു കൂട്ടം ആളുകൾ അവർ ചോദിച്ചു, ഞങ്ങളുടെ കയ്യിൽ ഒരു സാധനമുണ്ട്, ഇവിടെ നിന്ന് വെച്ചോട്ടെ, മഴ കഴിയുമ്പോൾ ഞങ്ങൾ എടുത്തോളാം. വീട്ടുകാരൻ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എന്താണ് സാധനം? അവർ പറഞ്ഞൊരു ഭൗതിക ശരീരം അടക്കാരാധനയ്ക്ക് കൊണ്ടുപോവുകയാ. അവർ പറഞ്ഞ, അതിവിടെ വെക്കാൻ പറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. അത് ഇവിടെ വെക്കാൻ പറ്റുകയില്ല, അത് വെക്കേണ്ട സ്ഥലം വേറെയാണ്, അത് ഞങ്ങൾ ഇച്ചിരി കഴിഞ്ഞ് എടുത്തോളാം. വേണ്ട, ഇവിടെ വെക്കാൻ പറ്റുകയില്ല. നോക്കൂ, ഒരു ചെരുപ്പിന്റെ വില പോലും ഇന്ന് ലോകത്തിലെ മനുഷ്യൻ ജീവനും ആത്മാവും വേർപെട്ടു പോയ ശരീരത്തിനുണ്ടാവുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഈ മാതാവിന്റെ ഭൗതിക ശരീരത്തിന് പ്രത്യേകിച്ച് വിലകളില്ല. ഇവരുടെ ഉള്ളത്തിൽ വിലയുള്ള ഒരു വസ്തു ഉണ്ടായിരുന്നു, വിലപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതെന്തെന്ന് ചോദിച്ചാൽ, ദൈവം തന്റെ ജീവാംശമായി മനുഷ്യന്റെ ഉള്ളിലാക്കി വെച്ച ആത്മാവ് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. തിരുവചനം പറയുന്ന, പൊടി പണ്ട് ആയിരുന്നത് പോലെ പൊടിയിലേക്ക് ചേരും, ആത്മാവോ അതിനെ അയച്ച ദൈവത്തിങ്കലേക്ക് പോകും എന്ന് തിരുവചനം പറയുകയാണ്. സാധാരണ നമ്മൾ പറയുമ്പോൾ പറയും, ഇന്നിടത്ത് ഇന്നയാൾ മരിച്ചുപോയി. ആ വാക്കിൽ തന്നെ ഒരു വലിയ അർത്ഥം കിടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം. പോയി എന്ന് പറയുന്നു, പോയിട്ടില്ല, അമ്മച്ചി ഇവിടെ ഉണ്ട്. അപ്പൊ പിന്നെ എന്താണ് പോയത്? ആരാണ് പോയത്? അവരുടെ ഉള്ളിൽ നിന്ന് ജീവനും ആത്മാവും പോയി, അത് എത്തേണ്ട സ്ഥലത്തേക്ക് എത്തി. വാത്സല്യ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ദൈവം ഭൂമിയിൽ നമുക്ക് തന്ന ആയുസ്സില് നമ്മൾ വളരെ വ്യക്തമായി ചിന്തിച്ചറിഞ്ഞുകൊള്ളണം. ഒരു ദിനം മരണം നമ്മുടെ മുൻപിലേക്ക് കടന്നു വന്ന് നമ്മെ വിളിക്കുമ്പോ മരണത്തിന്റെ മുൻപാകെ നമുക്ക് ഒഴിവുകഴിവുകൾ പറയുവാൻ സാധ്യമല്ല. നാം മടങ്ങിപ്പോയേ കഴിയുകയുള്ളൂ. നാം പ്രാരംഭത്തിൽ ചില ആശ്വാസ വചനങ്ങൾ വായിച്ചപ്പോൾ, മോശെ എന്ന ഭക്തൻ എഴുതിയ സങ്കീർത്തനത്തിൽ, 90-ാം സങ്കീർത്തനത്തിന്റെ പ്രാരംഭ ഭാഗത്തിൽ നാം വായിച്ചു, മനുഷ്യൻ മണ്ണിലേക്ക് മടങ്ങിച്ചേരുമാറാക്കും. മനുഷ്യപുത്രന്മാർ മണ്ണിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു സമയമുണ്ട്. മണ്ണിൽ നിന്നുണ്ടാക്കപ്പെട്ട ഈ ഭൗതിക ശരീരം മണ്ണിലേക്ക് മറയപ്പെടുന്ന ഒരു സമയമുണ്ട്. അതിനാണ് മരണമെന്നും മടക്കാരാധനകളെന്നും ഒക്കെ നമ്മൾ പറയുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകളുണ്ട്. അവൻ ജനിക്കുമ്പോൾ ഒരു വലിയ സന്തോഷമാണ്. ദൈവത്തിന് സ്തോത്രം. ജനിക്കുമ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചാൽ, ഒരു വീട്ടിലൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം. ദൈവത്തിന് സ്തോത്രം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ എത്രയോ ജനനങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്, അല്ലെ? ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴാണ് ആ കുഞ്ഞിന്റെ അപ്പൻ ജനിക്കുന്നത്. ആ കുഞ്ഞ് ജനിക്കുമ്പോഴാണ് ആ കുഞ്ഞിന്റെ അമ്മ ജനിക്കുന്നത്. ഒരു വല്യപ്പച്ചനും ജനിക്കുന്നത്, ഒരു വല്യമ്മച്ചി ജനിക്കുന്നത്, ഒരു ആന്റി, അങ്കിള് എല്ലാം ജനിക്കുന്നത് ഒരു കുഞ്ഞിന്റെ ജനനത്തോടുകൂടെ. ജനനം അതൊരു നിസ്സാര വിഷയമല്ല, അതൊരു വലിയ സന്തോഷമാണ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് മരണം. ഭൂമിയിൽ നിന്ന്
ഭൂമിയിലേക്ക് വന്ന ഒരു മനുഷ്യൻ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന്റെ അനുഭവം പേരാണ് മരണം. ദൈവത്തിന് സ്തോത്രം. മരണം എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം അതിനെ നമ്മളൊന്ന് വിസ്തരിച്ചു പഠിച്ചാൽ രണം എന്ന് പറഞ്ഞാൽ രണം തീർന്നു, രണമില്ല, അഥവാ യുദ്ധമില്ല. അതാണ് മരണം എന്ന് പറയുന്നത്. ഇനി ഈ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം വിശപ്പില്ല, ദാഹമില്ല, ആഗ്രഹങ്ങളില്ല, ആർക്കും അവരെ പ്രലോഭിപ്പിക്കുവാൻ കഴിയത്തില്ല. എനിക്ക് വിശക്കുന്നു, ഭക്ഷണം വേണമെന്ന് പറയില്ല, ദാഹിക്കുന്നു, വെള്ളം വേണമെന്ന് പറയുകയില്ല. ഒന്നും ആവശ്യപ്പെടാനില്ലാത്ത നിലയിലേക്ക് ഈ പ്രിയപ്പെട്ട മാതാവ് മാറി. ദൈവത്തിന് സ്തോത്രം. അതിന്റെ പേരാണ് മരണമെന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമെന്നുള്ള വ്യക്തമായ അറിവോടുകൂടെ നമുക്ക് നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിപ്പാനിടയായി തീരണം. ഭക്തനായ ദാനിയേലിനേക്ക് 2550 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ദാനിയേൽ പ്രവാചകനോട് ദൈവത്തിന്റെ ആത്മാവിൽ ദൂതൻ വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, നീയോ ദാനിയേലെ പോയി വിശ്രമിച്ചു കൊള്ളുക. ദാനിയേലിനോട് പറയുന്നത്, നീ പോയി വിശ്രമിക്ക്, കാലാവസാനത്തിങ്കൽ എഴുന്നേറ്റ് നിന്റെ ഓഹരി പ്രാപിപ്പാൻ വരും. ദൈവത്തിന് സ്തോത്രം. ഈ പ്രിയപ്പെട്ട അമ്മച്ചിയോട് ദൈവം പറഞ്ഞ സ്വർഗത്തിൽ അവർ കേട്ടൊരു ശബ്ദം, നമ്മൾ ആരും കേൾക്കാതെ അവർ മാത്രം കേട്ടൊരു ശബ്ദമായിരുന്നു, മതി, പോയി വിശ്രമിക്ക്. 91 വർഷത്തെ ജീവിതത്തിനപ്പുറമായിട്ട് ഒരു വിശ്രാമത്തിന്റെ അനുഭവത്തിലേക്ക് ഈ പ്രിയപ്പെട്ട മാതാവ് കടന്നുപോയി. അതാണ് യാഥാർത്ഥ്യം. അല്ലാതെ മരണം എന്ന് പറയുന്നത് ഏതോ ഒരു ഭീകര രൂപമല്ല. ഈ ലോകത്തിലെ മനുഷ്യൻ മരണത്തെ പല നിലയിൽ ഭയപ്പെടുന്നുണ്ടെന്നാൽ മരണം എന്നുള്ള വസ്തുതയെ നോക്കി ഭയം കൂടാതെ അതിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിച്ചവർ തിരുവചനത്തിൽ നമുക്ക് അനേകം പേരെ കാണുവാൻ കഴിയും. അതിലൊരു ശ്രേഷ്ഠനാണ്, ഒരു ഭക്തനാണ് പൗലോസ്ലീഹ. പൗലോസ്ലീഹ പറഞ്ഞു, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? മരണത്തെ നോക്കി വെല്ലുവിളിച്ച ഭക്തന്മാർ തിരുവചനത്തിലുണ്ട്. നമുക്കും അത് സാധിക്കണം. കർത്താവായ യേശുക്രിസ്തുവിലൂടെ പുനർജനനം പ്രാപിച്ചതായ, വീണ്ടും ജനനം പ്രാപിച്ചതായ ദൈവഭക്തന്മാർ, ദൈവവചന അടിസ്ഥാനത്തിൽ ദൈവകൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുന്ന ദൈവഭക്തന്മാർ അവരുടെ ജീവിതയാത്രയില് അവരുടെ മുൻപിൽ മരണം അവർക്ക് ഒരു വലിയ വിഷയമല്ല. കാരണം മരണത്തെ ദൈവമക്കൾ, ദൈവഭക്തന്മാർ ഭയപ്പെടാത്തതിന്റെ കാരണം മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് താണലോകത്തിൽ മനുഷ്യാവതാരമെടുത്ത് വന്ന മനുഷ്യപുത്രനായി വന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു അവൻ മരണത്തെ ആസ്വദിച്ചു എന്ന് തിരുവചനം പറയുക. അവൻ മരണത്തെ ഭയപ്പെട്ടില്ല. കാരണം അവൻ മരണം വിട്ടുയർത്തെഴുന്നേറ്റു എന്നുള്ള വസ്തുതയാണ് എന്നെയും നിങ്ങളെയും മരണം നമ്മുടെ മുമ്പിൽ നിസ്സാരമാക്കി തന്നത്. ലോകത്തിൽ മനുഷ്യൻ മരണത്തെ ഭയപ്പെടുന്നു. മരണമെന്ന് പറയുന്ന വസ്തുതയെ വല്ലാണ്ട് ഭയപ്പെട്ട് ഭീതിയോടുകൂടെ നിൽക്കുമ്പോൾ മരണമെന്നുള്ളത് ഒരു നിസ്സാര വിഷയമായി തീർത്തത് യേശു മശിഹായുടെ ക്രൂശ് മരണവും അവന്റെ ഉയർപ്പുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. മശിഹാ തമ്പുരാൻ മരണം വിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ മരണം ഇത്രയേ ഉള്ളൂ, ഇതിനപ്പുറമാണ് യഥാർത്ഥമായ ജീവിതം എന്നുള്ള വസ്തുത തിരുവചന അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യമായപ്പോൾ ആ ബോധ്യത്തിലാണ് ക്രിസ്തീയ പ്രത്യാശ നിലനിൽക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ലോകത്തിന്റെ സമ്പത്ത്, ഈ ലോകത്തിന്റെ ധനം, ഈ ലോകത്തിന്റെ പേരും പ്രശസ്തിയും ഒക്കെ ലോകം കൊണ്ട് തീരും. നീതിസാരത്തിൽ ഇങ്ങനെ ഒരു ശ്ലോകമുണ്ട്, അർത്ഥം ഗ്രഹേ നിവർത്തന്തേ ശ്മശാനേ പുത്രബാന്ധവ സുഹൃതം ദുഷ്കൃതം ജൈവഗച്ഛന്തം അനുഗച്ഛതി എന്ന് പറഞ്ഞാൽ അർത്ഥം ധനം, പണം വീട് കൊണ്ട് തീർന്നു പോകും. ദൈവത്തിന് സ്തോത്രം. വീട് കൊണ്ട് തീരും. പണം, നമ്മുടെ സമ്പത്തുകളെല്ലാം വീട്ടിൽ നിന്ന് നമ്മളെ പെട്ടിയിലാക്കി എടുക്കുമ്പോൾ അവസാനിക്കും. ശ്മശാനേ പുത്രബാന്ധവ, നമ്മുടെ ബന്ധുമിത്രാദികൾ, സ്നേഹിതർ, പ്രിയപ്പെട്ടവരൊക്കെ ശ്മശാനം കൊണ്ട് നമ്മോട് യാത്ര പറയും. എന്നാൽ അടുത്തതായിട്ട് പറയുകയാണ്, സുഹൃതം ദുഷ്കൃതം ജൈവഗച്ഛന്തം അനുഗച്ഛതി. തിരുവചനവും പറയുന്നു, മനുഷ്യന്റെ നല്ലതും തീയതുമായ പ്രവൃത്തികൾ, അവരുടെ പ്രവൃത്തികൾ അവനെ പിന്തുടരുമെന്നാണ്. നമ്മുടെ പ്രവൃത്തികൾ എന്തോ അതായിരിക്കും നമ്മെ പിന്തുടരുന്നത്. ഈ ദിവസത്തിന്റെ മധ്യാഹ്നത്തോടടുക്കുന്ന ഈ സന്ദർഭത്തിൽ, ഈ വാത്സല്യ മാതാവിന്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ഈ ഭവനത്തിൽ വന്നായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ, അയൽവാസികൾ, സ്നേഹിതരൊക്കെ ഇവിടെ ഉണ്ട്. ഒരു കാര്യം നാം അറിഞ്ഞുകൊള്ളണം, ഒരു ദിവസം മരണമെന്ന വസ്തുത നമ്മുടെ മുമ്പാകെ വരുമ്പോൾ ഭയം കൂടാതെ അതിനെ നേരിടുവാനും മരണത്തിനപ്പുറമായിട്ടുള്ള ആ ജീവിതത്തിന് വേണ്ടി ഒരു നല്ല ഒരുക്കമുണ്ടാകുവാനും നമുക്ക് ഇടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. പൗലോസ്ലീഹാ എബ്രായർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരിക്കൽ മരണം. എല്ലാവർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും. പിന്നെ ഒരു ന്യായവിധി. ഒരിക്കൽ മരണവും പിന്നെ ഒരു ന്യായവിധിയും മനുഷ്യന്റെ മുമ്പാകെ ദൈവം നിയമിച്ചിരിക്കുകയാണ്. ആ നിയമത്തെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആ ഒരു അനുഭവത്തെ അറിഞ്ഞുകൊണ്ട് പോകണം. ഒരു ദിനം മരിക്കുമെന്നും മരണത്തിനപ്പുറമായ ഒരു ജീവിതമുണ്ട്, ഒരു ന്യായവിധി ഉണ്ടെന്നുള്ള വ്യക്തമായ അറിവോടുകൂടെ നമുക്ക് നമ്മുടെ ജീവിതയാത്ര തുടരുവാനിടയായി തീരണം. ആ ന്യായവിധിയിൽ നിന്നുള്ള വിടുതൽ പ്രാപിപ്പാൻ എന്താണ് മാർഗം? പൗലോസ്ലീഹാ റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ന്യായവിധിയും ഒരു ശിക്ഷാവധിയുമില്ല.
ദൈവത്തിന് സ്തോത്രം. എന്തിനാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്? തന്റെ മനുഷ്യാവതാരം എന്തിനായിരുന്നു? ദൈവപുത്രനായവൻ മനുഷ്യാവതാരം എടുത്ത് ഈ താണലോകത്തിൽ വന്നത് മനുഷ്യവർഗത്തിന് വീണ്ടെടുപ്പ് നൽകുവാൻ, പാപത്തിലും ശാപത്തിലും കിടന്ന മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ, ഉദ്ധരിക്കുവാൻ വേണ്ടി ദൈവപുത്രനായ ക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോൾ ആ ക്രിസ്തുവിലൂടെയുള്ള ആ മോക്ഷം, ആ പരബ്രഹ്മം പ്രാപിക്കുക എന്നൊക്കെ പറയുന്ന അനുഭവം യേശു ക്രിസ്തുവിലൂടെ പ്രാപിച്ച് ആ ഒരു ധൈര്യത്തില്, ആ ഉറപ്പിൽ മുൻപോട്ട് പോകുവാൻ തിരുവചന അടിസ്ഥാനത്തില് ദൈവവചനം പറയുന്നത് പോലെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവകൽപ്പനകളെ അനുസരിച്ച് ദൈവവ്യവസ്ഥ പ്രകാരം ജീവിതയാത്ര മുൻപോട്ട് നയിച്ച് നമുക്കൊരന്ത്യമുണ്ട് എന്നുള്ള നല്ല ബോധ്യത്തോടെ, അറിവോടുകൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതവും നമുക്ക് നയിക്കാം. ഈ വാത്സല്യ മാതാവിന് ദൈവം അതിനുള്ള ഭാഗ്യം കൊടുത്തു. ആ ഒരു ജീവിതത്തെ അവർക്ക് ദൈവം കൊടുത്തപ്പോൾ, ആ കാഴ്ചപ്പാട് കൊടുത്തപ്പോൾ, ആ വിഷൻ കൊടുത്തപ്പോൾ അതിനനുസരിച്ച് അവർ ജീവിച്ചു. ആ ജീവിതം ഭംഗിയായിട്ട് പൂർത്തീകരിപ്പാന്റെ കൊണ്ടിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഭൗതിക ശരീരം മാത്രം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അവരിൽ ഉണ്ടായിരുന്ന ആ വിലപ്പെട്ട അംശമാകുന്ന ആത്മാവ് അതിനെ അയച്ചവങ്കിലേക്ക് കടന്നുപോയി. ഇപ്പോൾ നമ്മൾ ശേഷിക്കുകയാണ്. നമ്മളാണിപ്പോൾ ജീവനോടെ ശേഷിക്കുന്നത്. നമുക്ക് ഇനി അടുത്തൊരു നിമിഷത്തിൽ എന്താകാം, എങ്ങനെയാകാം എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തകൾ, ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ നമ്മൾ ഈ ഭൗതിക ശരീരവുമായി ശ്മശാനത്തിലേക്ക് പോകും. അതിനു മുമ്പ് ഒരു നിമിഷം നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. അടുത്തൊരു ദിവസം ഞാനാണ് ഇതിനെ ഫേസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ആർക്കും പറയാൻ കഴിയുകയില്ല. എപ്പോഴാണ്, ഏത് നിമിഷത്തിലാണ് എന്നൊന്നും നമുക്ക് പറയുവാൻ കഴിയുകയില്ല. നമുക്കൊന്ന് നോക്കാം, നമ്മൾ എപ്പോഴായിരിക്കും ഇങ്ങനെ ഒരു സാഹചര്യത്തെ ഫേസ് ചെയ്യുന്നത്? നമുക്ക് വേണ്ടി ഒരു ശവപ്പെട്ടി ഒരുക്കപ്പെടുകയില്ലേ? നമുക്ക് വേണ്ടി ഇതുപോലൊരു ശ്മശാന ഒരു അടക്കാരാധന ശുശ്രൂഷകൾ, നമുക്ക് വേണ്ടി ഒരു ശ്മശാനം ഒരുക്കപ്പെടുന്ന സമയങ്ങൾ ഒക്കെ ഉണ്ടാകാറില്ലേ? ഉണ്ടാകാൻ അവസരങ്ങൾ വരില്ലേ? അതെപ്പോഴായിരിക്കും നമ്മൾ അറിയുന്നില്ല. അതിനായിട്ടുള്ള നല്ല ഒരുക്കം, ആ ഒരുക്കം എന്ന് പറയുന്നത് നമ്മുടെ ഭാവിയെക്കുറിച്ച്, നിത്യതയെക്കുറിച്ചുള്ള നല്ല ഒരുക്കത്തോടുകൂടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം സംഭവിക്കും. പാപം കൂടാതെ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി അവൻ പാപം കൂടാതെ വീണ്ടും പ്രത്യക്ഷനാകുമെന്ന് പറയുന്ന തിരുവെഴുത്ത് പോലെ ഈ പാപമെങ്കിലുമായ ജീവിത അനുഭവത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന് പാപം കൂടാതെ ഈ ലോകത്തിൽ ജീവിതയാത്ര മുൻപോട്ട് നയിപ്പാൻ ക്രിസ്തുയേശുവിലൂടെ രക്ഷിക്കപ്പെടുവാൻ, മാനസാന്തരപ്പെടുവാൻ, ദൈവകൽപ്പനയാകുന്ന വിശ്വാസ സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് തികഞ്ഞ വേർപാടിൻ ജീവിതം ചെയ്ത് ദൈവരാജ്യത്തിന് വേണ്ടി അവകാശികളായി തീരുവാൻ നമ്മെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കാളികളായി തീർന്നിരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം അതിനായിട്ട് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ വിരമിക്കുകയാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കൊരു നിമിഷം എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന്, കുടുംബാംഗങ്ങൾ ഒഴികെ ബാക്കിയുള്ളവരൊന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് ചേർന്നൊരു കോറസ് പാടിക്കൊണ്ട് നമ്മുടെ ഈ ശുശ്രൂഷ പ്രാർത്ഥിച്ച് ഇവിടെ അവസാനിപ്പിക്കാം.